കിച്ചൺ ഫാക്ടറി. ഇനി നമുക്കൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി നോക്കിയാലോ. നല്ല ടേസ്റ്റി ആയിട്ട് ഫ്രൈഡ് റൈസ് എങ്ങനെ വീട്ടിലുണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. അപ്പോൾ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2.5 ഗ്ലാസ് ബസ്മതി റൈസാണ്. അത് ഞാൻ അതിൻ്റെ ഒരു 3 ഇരട്ടി വെള്ളം എടുത്തിട്ട് അതിലോട്ട് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും പാകത്തിന് ഉപ്പും ചേർത്ത് വേവിച്ച് ഒരു 3/4 ഭാഗം വേവായുമ്പോൾ ഊറ്റിയെടുത്തിട്ട് നല്ലപോലെ തണുപ്പിച്ചെടുത്താണ്. ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിട്ടാട്ടോ തണുപ്പിച്ചെടുത്തേക്കുന്നത്. ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അത് തണുപ്പിക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ചോറ് ഒന്നിനൊന്ന് തൊടാതെ ഇങ്ങനെ വിട്ട് കിടക്കും. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിടക്കും. അപ്പോൾ എന്നാന്ന് വെച്ചാൽ നമ്മുടെ ഫ്രൈഡ് റൈസ് നല്ല എന്താ പറയുക, കുഴഞ്ഞു കൂടി ഒന്നും കിടക്കില്ല, ഒന്നിനെ തൊടാതെ വിട്ട് കിടക്കും. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് നമുക്ക് കിട്ടും. അപ്പോൾ തണുപ്പിച്ചിട്ട് ഫ്രൈഡ് റൈസ് മിക്സ് ചെയ്യാവുള്ളൂ കേട്ടോ. ഈ റൈസ് മിക്സ് ചെയ്യാവുള്ളൂ, പ്രത്യേകം ശ്രദ്ധിക്കണം. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ അങ്ങനെ എടുത്തേക്കുന്ന റൈസാണിത്. പിന്നെ നമുക്ക് ഈ റൈസ് എടുത്ത് ആദ്യം വേവിച്ച് വെക്കാം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് അതിൻ്റെ പെപ്പർ പൗഡറാണ്. ഞാനിവിടെ 1 ടീസ്പൂൺ പെപ്പർ പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഇവിടെ വീട്ടിൽ തന്നെ പൊടിച്ച് കുരുമുളക് പൊടിയാണ് കേട്ടോ ഇത്. പിന്നെ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ, വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത്. പിന്നെ ഞാനിവിടെ സോയാ സോസാണ് എടുത്തേക്കുന്നത്. 2 ടീസ്പൂണാണ് നമുക്ക് വേണ്ടത്. പിന്നെ വെജിറ്റബിൾസ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 ടീസ്പൂണോളം നമ്മുടെ വെളുത്തുള്ളി, പിന്നെ ഒരു 1/2 ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു മീഡിയം വലുപ്പത്തിലുള്ള ക്യാരറ്റ് ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ക്യാരറ്റ് ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാം കേട്ടോ. കുറച്ച് കൂടുതൽ വേണമെന്നുള്ളവർ കൂടുതൽ ചേർക്കാം, കുഴപ്പമില്ല. പിന്നെ ഒരു 5-6 ബീൻസ് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. അപ്പോൾ സ്പ്രിംഗ് ഒനിയൻ ആയിരിക്കും കുറച്ചുകൂടി ടേസ്റ്റ്. എൻ്റെ അടുത്ത് അത് ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ സവാള അരിഞ്ഞെടുത്തതാണ്. സ്പ്രിംഗ് ഒനിയൻ ആണെങ്കിൽ അതാണ് കൂടുതൽ ടേസ്റ്റ്. ഇത്രയും വെജിറ്റബിൾസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കൂടുതൽ വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ അത്രയും ടേസ്റ്റ് കേട്ടോ. നമുക്ക് കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം. ക്യാബേജ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം. എൻ്റെ അടുത്ത് ഇത്രയേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ഇത്രയും ചേർത്തേക്കുന്നത്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ നല്ലപോലെ ചൂടായതിന് ശേഷം നമ്മുടെ സൺഫ്ലവർ ഓയിൽ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അത് ചൂടായിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അതിലോട്ട് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. വെളുത്തുള്ളി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിക്കോളുക. അപ്പോൾ അത് നല്ലപോലെ വഴന്ന് വരുമൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഒന്ന് വാടിയിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ഒന്ന് വാടിയാൽ മതി. നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. അപ്പോൾ ഇതൊന്ന് വാടിയിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലോട്ട് ക്യാപ്സിക്കം അരിഞ്ഞ് വെച്ചത് ചേർക്കുന്നുണ്ട്. ക്യാപ്സിക്കവും ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഒന്ന് മിക്സ് ആയതിന് ശേഷം അതിലോട്ട് നമുക്ക് ഇനി അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ ക്യാരറ്റ് ചേർക്കാം. ഇവിടെ ഞാൻ കുറച്ചുകൂടി ഒന്ന് വഴറ്റുന്നുണ്ട് കേട്ടോ. എന്നാന്ന് വെച്ചാൽ എൻ്റെ കുട്ടിക്ക് ഇത് ഒരുപാട് ഇങ്ങനെ കറുമുറൂന്ന് ഇത് കടിച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടമല്ല, അതുകൊണ്ടാണ്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴന്നിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ബീൻസ് എടുത്ത് വെച്ചിട്ടുള്ളത് ചേർത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലോട്ട് നമ്മൾ വേറെ വെജിറ്റബിൾസൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ഉപ്പ് പാകത്തിന് നോക്കിയിട്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇത്രയും വഴലുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാം കേട്ടോ. കുരുമുളക് പൊടി എടുത്ത് ചേർത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് സോയാ സോസ് ഒരു 1.5 സ്പൂൺ ചേർക്കുന്നുണ്ട് ഞാൻ സോയാ സോസ്. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സോയാ സോസിൻ്റെ പച്ച മണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഒന്ന് ജസ്റ്റ് തീ ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി, അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്ന് പുകഞ്ഞു പോകും. അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറിക്കൊടുക്കുന്നവരെ ഇളക്കി കൊടുക്കാം.
ഏകദേശമൊക്കെ ഒരു പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് റൈസ് ചേർത്ത് വെക്കാം. നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുക്കാം. അത് കുറേശ്ശെ ചേർത്തിട്ട് നമുക്ക് ഒന്ന് ഇളക്കിയെടുക്കാം. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഇളക്കിയാലും നമ്മുടെ ചോറ് ഉടഞ്ഞു പോകുമൊന്നുമില്ല. കാരണം നമ്മളത് ഓൾറെഡി ഊറ്റിയിട്ട് തണുപ്പിച്ചെടുത്തതാണ്. ഒരു 3/4 ഭാഗത്തോളം വേവേ ഉള്ളൂ. അപ്പോൾ അരി ഇങ്ങനെ വിട്ട് കിടക്കുന്നുണ്ടാവും. അപ്പോൾ നല്ലൊരു ഹോട്ടൽ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഫ്രൈഡ് റൈസ് നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ എടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് ബാക്കി കൂടി വേവിച്ചിട്ടുണ്ട്. കാരണം 3/4 ഭാഗം വേവ നമ്മൾ ആദ്യം ആക്കിയിട്ടുള്ളൂ. ഇതിന് പാകത്തിന് ഉപ്പുണ്ടോ എന്നൊക്കെ നമുക്കിപ്പോൾ നോക്കാം. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസിന് ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം ഫ്രൈഡ് റൈസ് നമ്മുടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത് വാങ്ങി വെച്ചിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നിങ്ങൾ കണ്ടില്ല, അധികം സമയമൊന്നും വേണ്ട. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.